രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണം 28 വിനോദസഞ്ചാരികളായി എത്തിയ 27 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കണ്ണില്ലാത്ത ക്രൂരതയിൽ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ ഒരു മലയാളിയുമുണ്ട്. കൊച്ചി സ്വദേശിയാണത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആക്രമണമുണ്ടായത്. പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുവിൽ തുടരുന്നു. ഇന്ന് അദ്ദേഹം പഹൽഗാം സന്ദർശിക്കും. NIA സംഘവും പഹൽഗാമിലെത്തും. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഇന്ത്യയിലെത്തും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ന് തന്നെ അവരുടെ നാട്ടിലെത്തിക്കാനാണ് ആലോചിക്കുന്നത്. രാകേഷ്, ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ആ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും രാജ്യം മുക്തമായിട്ടില്ല. ജമ്മുകശ്മീരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അശാന്തിയുടെ വെടിയൊച്ചകൾ ഇന്നലെ മുഴങ്ങിയപ്പോൾ ഇരയായത് ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരായ വിനോദസഞ്ചാരികളാണ്. കശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു ആക്രമണം കൊണ്ട് അസ്ഥിരത തന്നെയാണ് തീവ്രവാദികൾ ലക്ഷ്യമിട്ടതെന്ന് ഉറപ്പാണ്. ഈ ദിവസം പുലരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഭീകരാക്രമണത്തോട് ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും പ്രതികരിക്കുന്നത്? ശ്രീജ, സമീപകാലത്തെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് ഇപ്പോൾ പഹൽഗാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. 28 പേർ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിനു മുൻപ് ഇതുപോലൊരു ആക്രമണം നടക്കുന്നത് 2019 കശ്മീരിൽ. അത് പുൽവാമയിലാണ്. അന്ന് CRPFന് നേരെയായിരുന്നു ആ ആക്രമണം നടക്കുന്നത്. 40 സൈനികർ അന്ന് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഒരുപക്ഷെ അത് സൈനികർക്കാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ പഹൽഗാമിലുണ്ടായിട്ടുള്ളത്. അതായത് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും വലിയ ഒരു ആക്രമണം രാജ്യത്ത് നടക്കുന്നത് ഇതാദ്യമാണ്. തീർച്ചയായും അതിൻ്റെ ഞെട്ടലിലാണ്, ആഘാതത്തിലാണ് രാജ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലേക്ക് പോയത് ഇന്നലെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഈ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്ത് തന്നെ അദ്ദേഹം ഡൽഹിയിലെത്തും. അതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭയുടെ യോഗം ചേരുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്യും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിലവിൽ US-ലാണുള്ളത്. അവരും സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. അമിത്ഷാ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ടു പിന്നാലെ കശ്മീരിലേക്ക് തിരിച്ചിരുന്നു. ഇന്ന് പഹൽഗാം സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കശ്മീരിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കശ്മീർ ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാണ്. സൈന്യത്തിൻ്റെ സുരക്ഷാ സേനയുടെ പോലീസിൻ്റെ ഒക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. കനത്ത സുരക്ഷയാണ് ജമ്മു കശ്മീരിലുള്ളത്. പ്രത്യേകിച്ച് പഹൽഗാമിൽ ഈ ഭീകരർ ഈ ആക്രമണത്തിന് ശേഷം സമീപത്തെ വനത്തിൽ ഒളിച്ചു എന്നാണ് സംശയിക്കുന്നത്. കാരണം ഈ പ്രദേശം പൈൻ മരങ്ങളും ഒപ്പം തന്നെ കാടുകളും ഒക്കെ തന്നെ നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയ ശേഷം ഇവർ വനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സേന അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഉള്ള പരിശോധനയും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ തന്നെ ഇവരെ കണ്ടെത്താനായി തുടരുന്നു എന്നാണ് ഇപ്പോൾ സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നലെ 1:30 കൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. പഹൽഗാമിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ഒരു പുൽമേട്ടിൽ വെച്ചായിരുന്നു ഈ ആക്രമണം. കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രം പോകാവുന്ന സ്ഥലം. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ടൂറിസ്റ്റുകൾ, ആഭ്യന്തര ടൂറിസ്റ്റുകളായാലും ഒപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളായാലും തന്നെ വലിയ തോതിൽ എത്തുന്ന സമയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തേക്ക് കണക്കെടുക്കുകയാണെങ്കിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ആക്രമണം നടക്കുന്നത്. പ്രത്യേകിച്ച് പലരെയും കൊല്ലപ്പെട്ട അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ വളരെ അടുത്ത് നിന്നാണ് ഇവരെ വെടിവെച്ചിരിക്കുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ് ഈ രക്ഷപ്പെട്ട പലരും ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ 3 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത് 5 അല്ലെങ്കിൽ 6 അതിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഈ സംഘത്തിൽ എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ഇങ്ങനെ പേര് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്ന് പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ഞെട്ടലിലാണ് രാജ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. NIA ഇന്നലെ തന്നെ ഈ കേസ് ഏറ്റെടുത്തിരുന്നു. NIA സംഘം ഇന്ന് സ്ഥലത്തെത്തും. ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പടക്കം നടത്തുകയും ചെയ്യും. ഏതായാലും ഈ ആക്രമണം സംബന്ധിച്ച വലിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച്
കശ്മീരിൽ അല്ലെങ്കിൽ ജമ്മു കശ്മീരിൽ ഭീകരവാദം പിടിമുറുക്കുന്നത് ഒരു 90-കൾക്ക് ശേഷമാണ്. അതുവരെ രാജ്യത്ത് വലിയ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പിടിയിലായിരുന്ന ഒരു സംസ്ഥാനം പഞ്ചാബായിരുന്നു. പക്ഷേ പഞ്ചാബിൽ നിന്ന് 90-കളിൽ ഈ കശ്മീരിലേക്ക് ഈ സാഹചര്യം മാറുന്നതാണ് കണ്ടത്. അപ്പോൾ 2000-നൊക്കെ ശേഷം നടക്കുന്ന ജമ്മു കശ്മീരിലെ പല ആക്രമണങ്ങളുമായി ഇതിന് സാമ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ആക്രമണം നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് US വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇതുപോലെ 2000-ലാണ് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വരുന്നത്. അന്ന് ഇതുപോലൊരു ആക്രമണം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ തന്നെയായിരുന്നു അന്ന് ആക്രമണം നടന്നത്. അന്ന് സിഖ് വിഭാഗത്തിന് നേരെയായിരുന്നു ആക്രമണം നടത്തിയത്. അന്ന് 36 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം 2002-ലും US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിൽ വരുന്ന സമയത്ത് സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കശ്മീരിനെ ഒരു ലോക ശ്രദ്ധ കശ്മീരിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഭീകരർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ സംഭവം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാക് സൈനിക മേധാവി തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രസ്താവിച്ച കാര്യം, അതായത് കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ശ്വാസനാളിയാണെന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയൊക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവിധം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കയാകട്ടെ, ഇസ്രായേൽ ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, അല്ലെങ്കിൽ റഷ്യ ആകട്ടെ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കൊപ്പം ഭീകരവാദത്തെ തുടച്ചു നിൽക്കാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് വിശദമായ ചർച്ചകളുണ്ട്. എങ്ങനെ ഈ സാഹചര്യം നേരിടണം, എന്തായിരിക്കും ഇന്ത്യയുടെ തുടർ നടപടികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന കേന്ദ്ര സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. മോദി അല്പസമയം തന്നെ ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ശ്രീജ. രാകേഷ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഭീകരാക്രമണത്തിന്റെ ശൈലിയാണ്. നമ്മൾ പല ഭീകരാക്രമണങ്ങളെ കുറിച്ച് ഇപ്പോൾ നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലുള്ള എല്ലാ ഭീകരാക്രമണങ്ങളിലും ഒരിക്കലും വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടൊരു ആക്രമണം പതിവില്ല. അപ്പോൾ തീർച്ചയായും ഈ ആക്രമണത്തിലൂടെ ഈ ഭീകരർ ലക്ഷ്യമിട്ടത് അന്താരാഷ്ട്ര ശ്രദ്ധയെ ആകർഷിക്കലാണ്. അതും പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സൗദിയിൽ 40 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വേറെയുണ്ട്. സൗദി ഇവർക്ക് പിന്തുണ നൽകിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഒരു ഭീകരാക്രമണം, തങ്ങൾക്ക് ഇങ്ങനെ ഭീകരാക്രമണം നടത്താൻ ശേഷിയുണ്ടെന്ന് ലോകത്തോട് പറയൽ, അത് തന്നെയല്ലേ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത്? അതെ ശ്രീജ, ഈ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുക അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് ഇന്ത്യ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. ഒരു മൂന്നാം കക്ഷിയെ ഇടപെടൽ ഇന്ത്യ അവിടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. പാകിസ്ഥാനാകട്ടെ പല വേദികളിലൊക്കെ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും കശ്മീർ വിഷയം ഉന്നയിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം ഇതിനകത്ത് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മുൻകാല അനുഭവങ്ങളൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിലൊരു കൃത്യമായ ഒരു ആസൂത്രണം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് നേരത്തെ സൂചിപ്പിച്ച 2000-ലും 2002-ലുമൊക്കെ ഉണ്ടായ സംഭവങ്ങൾ. അതായത് 2000-ൽ ഉണ്ടായത് അന്ന് ഇന്ത്യയിൽ സന്ദർശിക്കുന്നത് ബിൽ ക്ലിന്റന്റെ സന്ദർശനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ഇതേപോലെ സമാനമായ രീതിയിൽ ഏതാണ്ട് ഈ കാലഘട്ടം തന്നെയാണ്, ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെയാണ് ആക്രമണം നടക്കുന്നത്. അന്ന് 36 പേരാണ് കൊല്ലപ്പെട്ടത്. അന്നും സമാനമായ രീതിയിൽ ഒരു കശ്മീരിന്റെ ശ്രദ്ധ അമേരിക്കയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഭീകരർക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് തൊട്ടടുത്ത വർഷം 2002-ൽ മെയ് 14-ാം തീയതിയാണ് അന്ന് US അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ത്യയിൽ വരുന്നത്. അന്നും സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കശ്മീരിൽ ആക്രമണങ്ങൾ ചെറിയ തോതിൽ സുരക്ഷാ സൈനികയും ഒപ്പം തന്നെ ഭീകരരും തമ്മിൽ ആക്രമണം നടക്കുന്നുണ്ട്.